അലൈക്കും റംദാൻ മുബാറക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഹിസുട്ടന് ചെറിയൊരു പനി ഉണ്ടായിരുന്നു, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇവിടെ ചൂടായി തുടങ്ങി. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഹിസുൻ എങ്ങനെയുണ്ട്, പനിയൊക്കെ പോയോ എന്നുള്ളത്. ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആകും പെട്ടെന്ന് പനി പോയെങ്കിലും ആൾ ഒന്ന് ഉഷാറാവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതിപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണല്ലോ, കുഞ്ഞുങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ കുറച്ച് സ്പെഷ്യലാണ്. നമ്മൾ അപ്പുറത്തെ റൂമിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മന്തിയാണ്. അപ്പോൾ സെക്കൻഡ് ട്രൈ ആണ്. എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ബിരിയാണി പ്ലാനിൽ നിന്ന് നേരെ ചാടി മന്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള പ്ലാനിലേക്ക് മാറിയേ. അങ്ങനെ മന്തിയുടെ പ്രിപ്പറേഷനിലാണ്. നമ്മളൊരു ലോഹറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചണിലേക്ക് കയറിയിട്ട് ഹേസിട്ടിന് നമ്മൾ കിച്ചണിൽ കൊണ്ടുവന്ന് ഹൈ ചെയറിൽ ഇരുത്തി. അപ്പോൾ ആൾ കുറച്ചൊന്ന് ഓക്കെയാണ്. ഓരോന്ന് കയ്യിലൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ഓക്കെ ആവും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നിർബന്ധമാണ്. ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇക്ക ഹീസിനെ നോക്കും. അങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ നോക്കുന്ന സമയത്ത് സെറ്റ് ആവില്ല. അത് രണ്ടുപേരും കൂടി ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ ആൾ കുറച്ച് ടെറർ ആവുന്നതുകൊണ്ട് നമ്മൾ കിച്ചണിൽ കൊണ്ടുവന്ന് നിർത്തി കളിപ്പിച്ചിട്ടാണ് നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടൊന്നും അറിയാലില്ല, നമുക്ക് ലൈഫിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. സമൂസ ഫില്ലിംഗ് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അത് ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്യാൻ ഇൻഷാല്ലാ. പിന്നെ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചു കേട്ടോ. അപ്പുറത്തൊരു 10 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു അളവിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്കും കൂടെ വേണ്ടിയിട്ട് അങ്ങനെ 2 പാത്രത്തിലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ചു. ക്യാപ്സിക്കവും മല്ലിയില പുതിനയില ഇതൊക്കെ നന്നായിട്ട് പൊടിയായിട്ടാണ് കേട്ടോ അരിഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ വെന്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റരുത്, ആ ഒരു രീതിയിലായിരിക്കണം അരിയേണ്ടത്. ഇതൊക്കെ മസാല പുരട്ടി 2 മണിക്കൂർ മുന്നേ വെക്കണം കേട്ടോ. സൺഫ്ലവർ ഓയിൽ, കുറച്ച് ഫുഡ് കളർ, പിന്നെ മാഗി ക്യൂബ്. ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഉപ്പിടേണ്ട ആവശ്യമില്ല. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് മസാല പുരട്ടി വെച്ചതിന് ശേഷം നമ്മൾ അരി കഴുകാനായിട്ട് എടുത്തു. കുറച്ച് അധികം റൈസ് കണ്ടപ്പോഴാണ് നമുക്ക് പണി പറ്റി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. കാരണം വലിയ പാത്രം ഉണ്ടായിരുന്നില്ലേ ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 2 പാത്രത്തിലായിട്ട് വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ റൈസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി 2 പാത്രത്തിലാക്കിയാലും പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പുറത്ത് വിളിച്ച് പറഞ്ഞിട്ട് അവർ ഫുഡ് വെക്കുന്ന ഒരു വലിയ പാത്രം എടുത്തിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവർ എത്തിയിട്ടുണ്ടായിരുന്നേ. ഇത് സനല്, ഇത് ഇർഷാദിക്ക, ബാക്കിലുള്ള ആ ആളാണ് നമ്മുടെ റോജി ബായ്, അല്ല റോജി ചേട്ടൻ. ആള് മലയാളിയാണ്. അപ്പോൾ അവർ പാത്രമൊക്കെ തന്നിട്ട് അവർ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നേ. പാത്രം കൊണ്ടുവന്നപ്പോൾ തന്നെ പാതി പണി തീർന്ന ഒരു ഫീലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അരി കഴുകി സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് മുഴുവൻ കുരുമുളക്, അതുപോലെ തന്നെ പട്ട, ബേ ലീഫ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു പാതി വേവായി കഴിഞ്ഞാൽ മുഴുവൻ മല്ലി ഇടാം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു മന്തിയിൽ മുഴുവൻ മല്ലി കിടക്കുന്നത് കാണാം. അത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. സംഭവം കൊള്ളായിരുന്നു. അപ്പോൾ മുഴുവൻ മല്ലി പാതി വേവായി കഴിഞ്ഞാൽ അരിയിലേക്ക് അത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 80-85% വെന്ത് കഴിഞ്ഞാൽ നമുക്കത് ഊറ്റി മാറ്റാം. പിന്നെ നമ്മുടെ ആൽബേക്ക് സ്റ്റൈലിൽ ഒരു ഗാർലിക് സോസ് ഉണ്ടാക്കി പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. സംഭവം നന്നായിട്ട് വന്നു. ആർക്കും ഫസ്റ്റ് ട്രയൽ തന്നെ കിട്ടുന്ന ഒരു ഐറ്റം ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മിൻറ്റ് ചട്നി, പിന്നെ ധൂം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ധൂം നമ്മുടെ തക്കാളി ചട്നി, നമ്മുടെ നാട്ടിലൊക്കെ മന്തിയുടെ കൂടെ കിട്ടാറുള്ള ആ ഒരു സംഭവം. 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഊറ്റി മാറ്റി. ഞാൻ പറഞ്ഞ പോലെ 50% വേവാകുമ്പോൾ അതിൽ കുറച്ച് പച്ച മല്ലി കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. അതിനുശേഷം ഒരു 80% ഒക്കെ വെന്ത് കഴിഞ്ഞാൽ ഊറ്റി മാറ്റാം. അതിനുശേഷം നമ്മൾ 2 പാത്രത്തിലായിട്ട് ദം ചെയ്യാനായിട്ട് വെച്ചു. 2 പാത്രത്തിൽ അവർക്ക് കൊണ്ടുപോകാനായിട്ട് എളുപ്പത്തിൽ വലിയ ക്വാണ്ടിറ്റിയിൽ അവർക്കും നമുക്കൊരു സെപ്പറേറ്റ് ഒരു പാത്രത്തിലായിട്ട് ദം ഇട്ടു കേട്ടോ. അടിയിൽ ചിക്കനും മുകളിൽ റൈസും ആയിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ആ ഒരു സ്റ്റോക്കും കാര്യങ്ങളും അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫുഡ് കളറും പിന്നെ പച്ചമുളക് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. പിന്നെ ചാർക്കോളും കത്തിച്ച് വെച്ചു കേട്ടോ. ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുകൂടി ചെയ്യണം. അപ്പോൾ ചാർക്കോൾ കൂടി കത്തിച്ച് സെറ്റാക്കി നമ്മൾ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് റാപ്പ് ചെയ്ത് ദം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂറോളം ദം ചെയ്യാനായിട്ട് വെച്ചിട്ട് സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങും കാര്യങ്ങളും തണുത്തപ്പോൾ ഇക്ക ഫോൾഡ് ചെയ്യാനായിട്ട് ഇക്കാണ് അതിൻ്റെ എക്സ്പേർട്ട്. അപ്പോൾ ഇക്ക സമൂസ ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തിൽ ഞാൻ ഹേസുട്ടിന് ഫുഡ് കൊടുത്തു കേട്ടോ. കഞ്ഞിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര നിർബന്ധമായിരുന്നേ, വയ്യാത്തതുകൊണ്ടായിരിക്കാം പാവം. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം സമൂസയും വാഴയ്ക്കപ്പം ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതുകൂടി ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ദമ്മൊക്കെ ഒന്ന് തുറന്ന് നോക്കി എല്ലാം അത്യാവശ്യം സെറ്റാണ്. അതിനുശേഷം ആ ഒരു ചാർക്കോളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി അതിനുശേഷം ഒന്നും കൂടി ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചു വെച്ചു കേട്ടോ, ആ ഒരു ചൂട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ധൂമും കാര്യങ്ങളും മയണൈസും ഹമ്മൂസും ഗാർലിക് സോസും ഒക്കെ ഞാൻ റെഡിയാക്കി. അതിനുശേഷം എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു. എല്ലാം സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ബാങ്ക് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം അവർ വിളിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കി വെച്ചു. അതിനുശേഷം അവർ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു വിട്ടു. എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കവറിലൊക്കെ ആക്കി അവർ കൊണ്ടുപോകുന്ന കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ സമാധാനമായത്. അതിനുശേഷം നമ്മൾ നോമ്പ് തുറക്കാനായിട്ടിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നേ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ നീണ്ടുപോയി. എന്തായാലും അൽഹംദുലില്ലാ നമ്മളൊരു ചെറിയൊരു ഇഫ്താർ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞ് ഇഫ്താർ അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ദമ്മ് പൊട്ടിച്ചത്. അപ്പോഴാണ് നമ്മൾ ഓർത്തത് നമ്മൾ ചാർക്കോൾ എടുത്ത് മാറ്റാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നേ. ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ്. എങ്കിലും കുഴപ്പമില്ലായിരുന്നു, ആ ഒരു സ്മോക്കി ഫ്ലേവർ മന്തിക്ക് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നേ. അങ്ങനെ ദമ്മ് പൊട്ടിച്ചു, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ പാളി പോയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും. എല്ലാ സോസും കാര്യങ്ങളൊക്കെ കൂടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ വരുമ്പോൾ നമുക്ക് വീട്ടിലും ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. വലിയ സംഭവമാണെന്ന് വിചാരിച്ച് ട്രൈ ചെയ്യാതിരിക്കുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. നമ്മൾ പ്രോപ്പർ ആ ഒരു മന്തിയുടെ റൈസിലല്ല ഉണ്ടാക്കിയത്, ഇവിടെയൊക്കെ കിട്ടുന്ന ഒരു കബ്സ റൈസിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു മന്തിയുടെ ആ ഒരു റൈസിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. ഭയങ്കര സിമ്പിളാണെന്ന് ഞാൻ പറയില്ല, എങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടമാവും. നമുക്ക് ബിരിയാണിയെക്കാളും മന്തിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടമായി. അപ്പുറത്തുനിന്ന് നല്ല കമൻസ് കിട്ടിയിട്ടുണ്ട്. ഇക്കായും എന്തായാലും നല്ല കമൻസ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അസ്സലാമു അലൈക്കും.